ഈ ഒരു ചിത്രം നോക്കൂ. ഒരു മീനും കൊക്കും തമ്മിലുള്ള സംഭാഷണമാണിത്. കൊക്ക് പറയുന്നു, ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായതെല്ലാം വയലിലുണ്ട്. അപ്പോൾ മീൻ എന്ത് പറയുന്നു? ഞങ്ങൾക്ക് വേണ്ടതെല്ലാം കുളത്തിലുണ്ടല്ലോ. എന്തുകൊണ്ടാവും മത്സ്യം ഇങ്ങനെ പറഞ്ഞത്? ചർച്ച ചെയ്യൂ. കൊക്കിന് ജീവിക്കാൻ ആവശ്യമായത് എന്തെല്ലാമാണ് വയലിൽ നിന്ന് ലഭിക്കുന്നത്? വയലിലെ ഭക്ഷണം അല്ലേ? മത്സ്യം, തവള, ചെറു പ്രാണികൾ തുടങ്ങിയ ജീവികളെ ഭക്ഷിച്ചിട്ടാണ് കൊക്കുകൾ ജീവിക്കുന്നത്. പിന്നെ വെള്ളം ലഭിക്കുന്നു, ജീവിക്കാനുള്ളൊരു സ്ഥലം, വിശ്രമിക്കാനുള്ളൊരു അനുയോജ്യമായ ഒരു സാഹചര്യം, ജീവിക്കാൻ വേണ്ട എല്ലാ അടിസ്ഥാന ആവശ്യങ്ങളും വയലിൽ നിന്ന് കൊക്കിന് ലഭിക്കുന്നു. ഇതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടതെല്ലാം കുളത്തിലുണ്ട്. മത്സ്യങ്ങൾക്ക് വേണ്ടതെല്ലാം കുളത്തിലുണ്ട്. അവ എന്തെല്ലാമാണ്? അവയ്ക്ക് ജീവിക്കാൻ ആവശ്യമായ ഓക്സിജൻ അല്ലെങ്കിൽ വായു ലഭിക്കുന്നത് വെള്ളത്തിൽ നിന്നാണ്. അത് കുളത്തിൽ നിന്നും ലഭിക്കും. കൂടാതെ ഭക്ഷണം, ജലസസ്യങ്ങൾ, ചെറുജീവികൾ തുടങ്ങിയ ഭക്ഷണം, ആഹാരം മീനുകൾക്ക് വെള്ളത്തിൽ നിന്നും ലഭിക്കും. പിന്നെ ജീവിക്കാനുള്ള ഒരു സ്ഥലം, സംരക്ഷണം, ശത്രുക്കളിൽ നിന്നൊക്കെ ഒളിക്കാനുള്ള ഒരിടം, ജലസസ്യങ്ങളുടെ ഇടയിലോ പാറകൾ മുതലായ ചെറിയ കല്ലുകൾക്കിടയിലൊക്കെ ഒളിച്ചിരുന്ന് അവയുടെ സംരക്ഷണം ഉറപ്പാക്കും. പിന്നെ അവ മുട്ടയിടാനും കുഞ്ഞുങ്ങൾ വളരാനുമുള്ള ഒരു സാഹചര്യം ഈ കുളത്തിൽ നിന്നും അവയ്ക്ക് ലഭിക്കും. ഈ 4 ചിത്രങ്ങൾ നോക്കൂ. ഈ ചിത്രത്തിൽ പ്രകൃതിദത്തമായവ ഏതെല്ലാമാണ്, മനുഷ്യനിർമ്മിതമായവ ഏതെല്ലാമാണെന്ന് ചോദിക്കുന്നുണ്ട്. ഈ 4 ചിത്രങ്ങളും എന്തിൻ്റെയൊക്കെയാണ്? ഒന്ന് പുൽമേട്, അക്വേറിയം, പൂന്തോട്ടത്തിലെ കുളം, കാട്. ഈ ചിത്രങ്ങളിൽ നമുക്കറിയാം, പുൽമേട്, കാട് ഇവ സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. അക്വേറിയം, പൂന്തോട്ടത്തിലെ കുളം എന്നിവ നമ്മൾ മനുഷ്യരായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ആവാസം എന്നാൽ എന്താണപ്പോൾ? ഒരു ജീവി വസിക്കുന്ന ചുറ്റുപാടാണ് അതിൻ്റെ ആവാസം, ഹാബിറ്റാറ്റ്. പ്രകൃതിദത്ത ആവാസങ്ങളെ നോക്കൂ. കാട്, പുൽമേട്, തടാകം, കുളം, കടൽ, കുന്നുകൾ, നദികൾ, ചതുപ്പുനിലങ്ങൾ, ഇനിയുമുണ്ട് ഒട്ടേറെ. ഇനി മനുഷ്യനിർമ്മിത ആവാസത്തിൽ നോക്കൂ. അക്വേറിയം, കൃത്രിമ കുളം, അണക്കെട്ട്, വീട്, വൈവിധ്യോദ്യാനം, പൂന്തോട്ടം, കൃഷിയിടം, മിയാവാക്കി വനങ്ങൾ. അപ്പോൾ പ്രകൃതിദത്ത ആവാസങ്ങളും മനുഷ്യനിർമ്മിത ആവാസങ്ങളും നമുക്ക് ഇങ്ങനെ 2 കോളമായിട്ട് ഉദാഹരണങ്ങൾ കൂട്ടി എഴുതാം. ഈ കുളത്തിൻ്റെ ചിത്രത്തിൽ ജീവനുള്ള പല വസ്തുക്കളുമുണ്ട്, അതുപോലെ തന്നെ ജീവനില്ലാത്ത പല വസ്തുക്കളുമുണ്ട്. അപ്പോൾ ഈ ഒരു കുളം എന്നത് ഒരു ആവാസ വ്യവസ്ഥയാണ്. ഈ ഒരു കുളത്തിൽ ജീവനുള്ള ഘടകങ്ങളെ കൂടാതെ മറ്റെന്തെല്ലാമാണുള്ളത്? ചിത്രം നോക്കി എഴുതാനാണ് പറയുന്നത്. കല്ല്, മണ്ണ്, പാറ, വെള്ളം, പിന്നെ മീനുകൾ, വെള്ളത്തിൽ ജീവിക്കുന്ന മീനുകൾക്ക് ശ്വസിക്കാൻ വായു ആവശ്യമാണ്. ജലസസ്യങ്ങൾക്ക് വളരാൻ സൂര്യപ്രകാശവും ആവശ്യമാണ്. ഒരു ആവാസത്തിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ നിരവധി ഘടകങ്ങളുണ്ട്. സസ്യങ്ങൾ, ജന്തുക്കൾ, സൂക്ഷ്മജീവികൾ എന്നിവ ജീവനുള്ള ഘടകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. മണ്ണ്, പാറ, വായു, ജലം, സൂര്യപ്രകാശം എന്നിവയാണ് ജീവനില്ലാത്ത ഘടകങ്ങൾ. ഈ ഒരു പ്രവർത്തനം ജീവികളെ തമ്മിൽ വരച്ച് യോജിപ്പിക്കാനാണ്. ഈ ഒരു ചിത്രത്തിൽ ഒരു ചെടിയും ഒരു പുൽച്ചാടിയും തവള, മീന്, പാമ്പ്, പരുന്ത് എന്നിവയെ കാണാം. ഇവയെല്ലാം പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ചെടികൾ ഭക്ഷണം സ്വയം നിർമ്മിക്കുന്നു. പുൽച്ചാടി സസ്യങ്ങളെ ഭക്ഷിക്കുന്നു. ഈ തവള ഈ പുൽച്ചാടിയെ ഭക്ഷിക്കുന്നു. പാമ്പ് തവളയെ ഭക്ഷിക്കുന്നു. പരുന്ത് പാമ്പിനെയും മീനിനെയും ഭക്ഷിക്കുന്നു. ഇങ്ങനെ ഓരോ ജീവിയും മറ്റൊരു ജീവിയെ ഭക്ഷണത്തിനായി ആശ്രയിക്കുന്നു. ഒരു ജീവി ഇല്ലാതായാൽ മറ്റു ജീവികളുടെയും ജീവിതത്തെ അത് ബാധിക്കും. അതിനാൽ പ്രകൃതിയിലെ എല്ലാ ജീവികളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ജീവികൾ ശ്വസനത്തിന് വായു ഉപയോഗിക്കുന്നു. ജീവികളുടെ നിലനിൽപ്പിന് ജലവും ആവശ്യമാണ്. സസ്യങ്ങൾ ആഹാര നിർമ്മാണത്തിന് സൂര്യപ്രകാശം, ജലം, വായു എന്നിവ ഉപയോഗിക്കുന്നു. തവള ആഹാരത്തിനായി പുൽച്ചാടി, ഈച്ച തുടങ്ങിയ ജീവികളെ ആശ്രയിക്കുന്നു. മരവാഴ പോലുള്ള സസ്യങ്ങൾ അവയുടെ വാസസ്ഥലത്തിനായി മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നു. അത്തരത്തിലുള്ള പരസ്പരാശ്രയത്വമാണ് ജീവിലോകത്തിൻ്റെ നിലനിൽപ്പിന് അടിസ്ഥാനം. കുന്നിനുമുണ്ട് പറയാൻ. നിങ്ങളുടെ നാട്ടിൽ പലയിടത്തും ഞങ്ങളെ കാണാം. മണ്ണിര മുതൽ കുറുനരി വരെയുള്ള ജീവികൾക്കും വൈവിധ്യമാർന്ന സസ്യങ്ങൾക്കും ഞങ്ങൾ വാസസ്ഥലമൊരുക്കുന്നു. ഞങ്ങൾ മഴവെള്ളം സംഭരിച്ചു വയ്ക്കുന്നു. കിണറുകളിലേക്കും അരുവികളിലേക്കും വയലുകളിലേക്കും ആ വെള്ളം നൽകുന്നു. കൂടാതെ കാറ്റിനെ നിയന്ത്രിക്കാനും ഞങ്ങൾക്ക് കഴിയും.
കണ്ടില്ലേ, ഞങ്ങൾ ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ്. ഞങ്ങളുടെ പ്രാധാന്യം മനുഷ്യർ തിരിച്ചറിയുന്നില്ലേ? ഒരു കുന്നിൻ്റെ ആത്മകഥമാണിത്. കുന്നുകൾ ഇല്ലാതാകുന്നതുകൊണ്ട് എന്തെല്ലാം ദോഷങ്ങളുണ്ട്. പല ജീവികൾക്കും താമസിക്കാൻ സ്ഥലമില്ലാതാകും. സസ്യങ്ങൾക്ക് വാസസ്ഥലമില്ലാതാകും. ജലാശയങ്ങൾ വറ്റി വരളും. ജലക്ഷാമം ഉണ്ടാകും. മഴവെള്ളം സംഭരിച്ചു വയ്ക്കാൻ കഴിയാതാകും. കാറ്റിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വരും. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകും. എന്തിനായിരിക്കാം കുന്നുകൾ ഇടിച്ചു നിരത്തുന്നത്? കുന്നുകൾ ഇടിക്കുന്നതും വയലുകൾ, തണ്ണീർത്തടങ്ങൾ എന്നിവ നികത്തുന്നതും നിയമം മൂലം നിയന്ത്രിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ചർച്ച ചെയ്യൂ. അപ്പോൾ എന്തുകൊണ്ടാണത്? കുന്നുകൾ ഇടിക്കുന്നതും വയലുകൾ, തണ്ണീർത്തടങ്ങൾ എന്നിവ നികത്തുന്നതും മൂലം പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥകൾ നശിക്കുന്നു. ഇതോടെ സസ്യങ്ങൾക്കും ജീവികൾക്കും ആവാസം നഷ്ടപ്പെടുകയും ജൈവ വൈവിധ്യം കുറയുകയും ചെയ്യുന്നു. കൂടാതെ മഴവെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് കുറയുകയും വെള്ളപ്പൊക്കവും ജലക്ഷാമവും പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇവ സംരക്ഷിക്കാൻ നിയമം മൂലം നിരോധിച്ചിരിക്കുന്നത്. മണ്ണ് മലിനമാക്കിയാൽ ഞങ്ങളെപ്പോലുള്ളവരുടെ ജീവിതം ദുരിതത്തിലാവും. ഒരു മണ്ണിര പറയുന്നത് ശ്രദ്ധിക്കൂ. മണ്ണും ജലവും മലിനമാകാതെ സംരക്ഷിക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ചില മാതൃകകൾ താഴെ തന്നിട്ടുണ്ട്. മണ്ണും ജലവും മലിനമാകുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്ററും വിലയിരുത്തൽ പ്രവർത്തനങ്ങളുടെ ഉത്തരങ്ങളും തുടർന്ന് നൽകിയിട്ടുണ്ട്.